ഓം അന്നവസ്ത്രാദിമുട്ടാതെ തന്നുരക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആത്മഭാവങ്ങളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം ഒരേ കാലത്ത് ഒരു ഭാര്യയും ഭർത്താവും മാത്രമേ ആകാവൂ. ഏകകാലത്തിൽ ഒരുത്തന് ഒന്നിലധികം ഭാര്യമാരും ഒരുത്തിക്ക് ഒന്നിലധികം ഭർത്താക്കന്മാരും ഇപ്പോഴും ചില ദിക്കുകളിൽ കാണുന്നുണ്ട്. ഈ ഏർപ്പാട് മേലാൽ യഥേഷ്ടം അനുവദിക്കാതിരിക്കാൻ വേണ്ടത് ആലോചിക്കണം. പ്രിയരെ, ബഹുഭാര്യാത്വവും ബഹുഭർത്തൃത്വവും കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന മുഖ്യ കാരണങ്ങളാണ്. കുടുംബശാന്തി ഇല്ലാതാക്കുന്ന ഇത്തരം ഏർപ്പാടുകൾ മേലിൽ അനുവദിക്കപ്പെടരുത് എന്ന് ഗുരുദേവൻ 1908 ഉപദേശിച്ചു. കുടുംബത്തിൽ ശാന്തി എന്നത് പരമപ്രധാനമാണ്. ശാന്തിയില്ലാത്ത കുടുംബം കാറ്റിലകപ്പെട്ട ഒറ്റവൃക്ഷത്തെ പോലെയാണ്. അത് എപ്പോഴും ആടിയുലഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ ശിഖരങ്ങൾ ഒടിഞ്ഞ് താഴേക്ക് പതിക്കും. ഇതെല്ലാം വൃക്ഷത്തിന്റെ ആകെ സ്വരൂപത്തെ വികലമാക്കും. അതുപോലെ കുടുംബത്തിന്റെ സ്വരൂപത്തെ ശിഥിലമാക്കുന്നത് പ്രധാനമായും കുടുംബ ബന്ധങ്ങളിലുണ്ടാവുന്ന അസ്വാരസ്യങ്ങളാണ്. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ദൃഢതയും പാരസ്പര്യവുമാണ് കുടുംബാന്തരീക്ഷത്തെ ഊഷ്മളമാക്കുന്നത്. സംഗീതത്തിന് താളം എന്നതുപോലെയാണിത്. സംഗീതവും താളവും ചേരുംപടിയായിരുന്നാൽ മാത്രമേ ശ്രോതാവിന് അതിലേക്ക് ലയിച്ചു ചേരാനാവൂ. അതുപോലെ മാതാപിതാക്കളുടെ സ്നേഹവും ചേർച്ചയുമാണ് മക്കൾക്ക് തണലും ഫലവുമായിത്തീരുന്നത്. ചുരുക്കിപ്പറഞ്ഞാൽ കുടുംബ ഭദ്രതയ്ക്ക് സദാചാരത്തിന്റെ ലയം ആവശ്യമാണ്. ഈ സദാചാര ലയത്തെ തകർത്തുകൊണ്ട് രഹസ്യമായോ പരസ്യമായോ ഒന്നിലധികം ഭാര്യമാരും ഭർത്താക്കന്മാരുമായി കഴിയുന്നത് അധർമ്മമാണ്. അധർമ്മം ദുരനുഭവത്തിന് കാരണമാകും. ശരീരത്തിന് രോഗമെന്ന പോലെ ഈ ദുരനുഭവങ്ങൾ ജീവിതത്തെ രോഗഗ്രസ്തമാക്കി തീർക്കും. അന്ത്യകാലത്തിൽ തുണയാകേണ്ടവരാൽ പോലും വെറുക്കപ്പെട്ട ജീവിതമായിരിക്കും ഇത്തരക്കാരുടേത്. അതിനാൽ ഇത്തരമൊരവസ്ഥ ഉണ്ടാവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. സ്നേഹപൂർവ്വം രഞ്ജൻ, കയനാടത്ത്.